അപ്പൊ ചമരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ പേര് അതുൽ രാജ്. സിനിമ അഡിക്റ്റഡ് ലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ജനനായകൻ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് സി ജോസഫ് വിജയ് അവസാനത്തെ ചിത്രം അങ്ങനെ കണ്ടുവന്നിരിക്കുകയാണ്. സിനിമനെ പറ്റി പറയുന്നുണ്ട്. ഞാൻ എന്നെ പറ്റി ഒന്ന് ആദ്യം ഒന്ന് പറയട്ടെ. ഒരു കാര്യമുണ്ട് സത്യം പറഞ്ഞ. ഞാൻ അതായത് പഠിച്ചോണ്ടിരുന്ന സമയത്ത് വിജയുടെ ഒരു പടം ഇറങ്ങുമ്പോഴാണെങ്കിലും ചിലപ്പോ സാമ്പത്തികമായിട്ട് വീട്ടിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടത്തിന് പോകാൻ ടിക്കറ്റിന് പൈസ വീട്ടിൽ ചോദിച്ചാൽ കിട്ടിയിട്ടുണ്ടാവില്ല. ആ സമയത്ത് ഞാൻ വിചാരിച്ചാണ് പഠിപ്പൊക്കെ മാറി കഴിഞ്ഞാൽ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി, സ്വന്തം കാലയിൽ നിൽക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിന് ആരോടും ചോദിക്കണ്ടല്ലോ. അപ്പൊ പോയി നമ്മുടെ ഇഷ്ടത്തിന് പോയി സിനിമ കാണാനല്ല. എന്നാലും ആ ഒരു ലെവൽ വരെയൊക്കെ നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോ അദ്ദേഹം റിട്ടയറായി. ഈ സിനിമ ചെയ്യണില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി. ഇത് സത്യം പറഞ്ഞ ഇപ്പോഴും ഓർത്തിട്ട് എനിക്ക് ഭയങ്കര ഇപ്പോഴും കരച്ചിൽ വരുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മളെ അത്ര ഇഷ്ടപ്പെടുന്ന എനിക്ക് സത്യം പറയാൻ ഓർത്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തിനാണെങ്കിൽ ഈ സിനിമയെ കണ്ടോണ്ടിരുന്നപ്പോ കണ്ണൊക്കെ നിറഞ്ഞ സിറ്റുവേഷൻ, ശരിക്കും ഞാൻ ഇമോഷൻ ആയിപ്പോയ സിറ്റുവേഷൻ കണ്ടത്. ഞാൻ ആരും കാണാതെ കണ്ണൊക്കെ തുടച്ച് അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പക്ഷെ എന്താ പറയാ, ഇനി ഇല്ല, ഇനി ചെയ്യല. നമ്മുടെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ സന്തോഷം ഉണ്ടായിരുന്നു, പക്ഷെ അതുപോലെ തന്നെ നിരാശയും വന്നായിരുന്നു. ഈ സിനിമ ചെയ്തില്ലെങ്കിലാന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നടന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മള് CM വരെ ആയി. അന്നും സന്തോഷിച്ച്. പക്ഷെ ഇനി സിനിമ ചെയ്യണമെന്ന് അറിഞ്ഞപ്പോ അതിന്റെ ഇരട്ടി സങ്കടമായിട്ട്. പിന്നെ സിനിമ ജനനായകൻ. ഈ സിനിമ കാണാൻ പറ്റുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ അവരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളൊരു സിനിമ അതിൽ നല്ലൊരു കണ്ടന്റ് ഓറിയന്റായിട്ടുള്ള ഒരു കിടിലം മേക്കിങ്ങും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഒരു കിടിലം പടമാണ് കാണാൻ പറ്റുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പടം ജനനായകൻ എന്ന് പറഞ്ഞ ഈ മൂവി നിരാശയായിരിക്കും നൽകുന്നത്. പക്ഷെ മറ്റൊരു കാറ്റഗറി വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് വിജയുടെ അവസാനത്തെ പടമാണ്, വിജയനെ കൊച്ചിലോട്ട് കണ്ടും വളർന്ന് ഇഷ്ടപ്പെട്ട് നോക്കുന്ന അല്ലെങ്കിൽ പക്ക ഫാൻ ബോയ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ പടം ഇനി പടം ഇല്ല എന്നുള്ള ആ ഒരു ഇമോഷന്റെ പുറത്താക്കികൾ വന്ന് കാണുന്നവർക്ക് വർക്കാവും. ഞാൻ ആ ഒരു കാറ്റഗറിപ്പെട്ട ഒരാളാണ്. അതുകൊണ്ടാണ് പറയണത്, ആ ഒരു കാറ്റഗറി നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഇമോഷന്റെ പുറത്ത് പടം കണ്ട് വന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ആ പടം വർക്കായി. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ പറ്റണമെന്നില്ല. നിങ്ങൾ ചിലപ്പോൾ നല്ലൊരു കഥ അല്ലെങ്കിൽ നല്ലൊരു മേക്കിങ്, നല്ലൊരു എന്താ പറയാ, നല്ലപോലെ ഒരു കഥാ പശ്ചാത്തലം ഒക്കെ വരുമ്പോൾ നമുക്കത് അല്ലെങ്കിൽ ലോജിക്കിലാണെങ്കിലും എന്റെ ലോജിക്കിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം നമുക്ക് ആ തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്, ചിലപ്പോൾ വർക്കാവണമെന്നില്ല. പക്ഷെ ഇത് വിജയുടെ അവസാനത്തെ മൂവിയാണ്. ഇത് ഇനി പടം ഇല്ല. അതായത് മുമ്പ് കണ്ടിട്ടുള്ള സിനിമയായിരുന്നുള്ള കുറെ സീൻസും കാര്യങ്ങളൊക്കെ ആടിയിട്ടുണ്ട്. ചില സിനിമ പാട്ടിനും പിന്നെ അതില് ഡയലോഗിന്റെ കാര്യത്തിലാണെങ്കിൽ ചില അതേ സെയിം സാധനങ്ങളൊക്കെ ആടിയിട്ടുണ്ട്. എന്നാലും നമുക്കത് ആ ഒരു ഇമോഷന്റെ പുറത്ത് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വർക്കാവും. ഇങ്ങനത്തെ ഒരു മറ്റേ കാറ്റഗറിപ്പെട്ട ആൾക്കാരില്ല വർക്കാവണമെന്നില്ല. പിന്നെ ആ പടത്തെ പറ്റി പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഭഗവത് കേസരി നിങ്ങള് ഒട്ടുമിക്ക ചിലപ്പോ മലയാളികൾ പൊതുവെ കണ്ടു കാണാൻ വഴിയില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ പൊതുവെ അത്യാവശ്യം നല്ലതാണെന്ന് അല്ലെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ള പടമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനത് കണ്ടാണ്. അതായത് ബാലയുടെ ഒരു ഭഗവത് കേസരി എന്ന് പറഞ്ഞ തെലുങ്ക് ഒരു 1 വർഷം മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഭഗവത് കേസരി. അപ്പൊ ആ പടത്തിന്റെ റീമേക്ക് കാണാന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടി നിൽക്കുന്ന എല്ലാവരും പറയാനുള്ള കാര്യം റീമേക്ക് തന്നെയാണ്. അതേ സെയിം കഥ തന്നെയാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. പിന്നെ അല്ലറ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് പിന്നെ വിജയുടെ ആയിട്ടുള്ള ഒരു സ്റ്റൈലായിട്ട് രാഷ്ട്രീയത്തിലായിട്ട് വരികയാണല്ലോ. അപ്പൊ അതിന്റെ ചെറിയൊരു പ്രമോഷൻ ഫിഗർ ആ ഒരു കാറ്റഗറി ആണ് സിനിമ കൊണ്ടുപോയിരിക്കണം മൊത്തത്തിൽ. അതായത് എന്താ പറയാ, നമ്മളിപ്പോ രാഷ്ട്രീയത്തിലായിട്ട് വരുന്ന ഒരു വ്യക്തി സിനിമയെ അഭിനയിക്കുമ്പോ ആ സിനിമയിലൂടെ താൻ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും അങ്ങനത്തെ രീതിയിലുള്ള ഒരു മെസ്സേജും അങ്ങനെയൊക്കെ ആ ഒരു ക്യാരക്ടറിലാണ് പടം തന്നെ കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് അനിരുദ്ധ് എന്റെ അണ്ണന്റെ അവസാനത്തെ പടമാണ്.
അവസാനത്തെ പടം ഞാൻ എന്റെ പീക്ക് ലെവലിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഇത്രത്തോളം ആയിരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ബ്രോ. എന്നതാണ് കാണിച്ചു വെച്ചിരിക്കണ എന്റെ അമ്മോ. ഇങ്ങനെയുണ്ട് ബി ജി എം ആണെങ്കിലും പടത്തിലെ സോങ്സ് ആണെങ്കിലും എല്ലാം പൂളി എന്ന് വെച്ചാൽ പൂളി, ഒരു രക്ഷയില്ല. കിടിലായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ അമ്മോ, ഈ ലെവല് കൊണ്ടുപോകുന്ന ഒട്ടും പ്രതീക്ഷയില്ല. എന്താ പറയാ, ഇപ്പൊ ഒരു പറച്ചിന് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ ലെവല് വരെ എത്തിക്കാൻ സാധ്യത ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് കയറിയത്. പക്ഷെ ആ ബി.ജി.എം കൊണ്ട് എത്തിച്ചിരിക്കുന്ന ലെവലുണ്ടല്ലോ, ഒരു രക്ഷയില്ല. അനിരുദ്ധ് ബ്രോ, നിങ്ങൾ എന്താണ്, നിങ്ങളെ കഴിഞ്ഞിടക്കാട് പറയണതല്ലേ ഞാൻ ചിലപ്പോ പെട്ടെന്ന് റിട്ടയർ ഒക്കെ ആകും. പക്ഷെ ഇത് ഇങ്ങനെ ഈ പോക്കാണ്, നിങ്ങൾ അങ്ങനെ എന്ത് റിട്ടയർ ഒന്നും ആകൂല. നിങ്ങള് അവസാനം വരെ നിങ്ങൾ എല്ലാവർക്കും സിനിമയ്ക്ക് തന്നെ ആവശ്യമുള്ള രീതിയിലാണ് നിങ്ങളെ ഓരോ കരിയർ ബിൽഡ് ചെയ്തതിന് പോയി. അത് പൊളിയാട്ട് ബ്രോ ഇതിനകത്ത് ജീവിച്ചിട്ടുണ്ട്, രക്ഷയില്ല. പറയാനുള്ളത്, ലോകത്തിൽ ഒരു നടന്റെ സിനിമ ഇങ്ങനെ ഒരു ടൈറ്റിൽ കാർഡ് വെച്ച് ഇറക്കിയിട്ടുണ്ടാകുന്ന ഒരു എനിക്ക് ഡൗട്ടാണ്. ഇല്ലെന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. പക്ഷെ ഒരു ചീഫ് മിനിസ്റ്റർ ആയിക്കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങുമ്പോൾ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് സി ജോസഫ് വിജയ് എന്ന് പറയും, തമിഴ്നാട് മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ. അത് ഒരു ഇന്ത്യയിലല്ല, ലോകത്ത് ഒരു നടന്റെ ടൈറ്റിൽ കാർഡ് ഇങ്ങനെ കാണിക്കുക. അത് വിജയ്ക്ക് മാത്രമുള്ള ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര അഭിമാനത്തോടെ ഞാൻ പറയുന്നത്. അത് ഒരു നടന് ഇങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടുന്നല്ല, അത് ഭയങ്കര സന്തോഷമുണ്ട് അത് ഓർത്തിട്ട്. പിന്നെ എന്നാ സിനിമ ഈ ഒരു എന്താ പറയാ, എന്തൊക്കെ നമുക്ക് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ എന്തൊക്കെ നഷ്ടം. ഒരു ബെസ്റ്റ് ഡാൻസറിന് നഷ്ടമാണ്. ഇന്ത്യ കണ്ട ഒരു ഇമോഷണലായിട്ട്, ഒരു തമിഴിൽ ഇമോഷണൽ സീനും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഒട്ടുമിക്ക നടന്മാരിൽ ഒരാളാണ് വിജയും കൂടി. പിന്നെ തന്നെ ഒരു മാസ് ഓറ, അതാണ് മെയിൻ കാര്യം, ഓറ. ആ ഒരു സ്ക്രീൻ പ്രസൻസ് വെച്ചാനെ, ഒരു സ്ക്രീനിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ബൂസ്റ്റും എന്റെ പോകുന്ന ഒരു രക്ഷയില്ല. അത് ഇനി തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഇനി ആർക്കെങ്കിലും കഴിയുമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പകരക്കാരനാകാൻ ആർക്കൊണ്ട് ആകില്ലെന്ന് വീണ്ടും വീണ്ടും കാണിച്ചു തന്നെ. ഈ 7 മാസത്തിന്റെ ഗ്യാപ്പിന് ഒട്ടനവധി തമിഴ് പടം റിലീസ് ചെയ്യും. അത് വിജയിനെക്കാട്ടും വെല്ലുന്ന ടൈപ്പ്. ശിവകാർത്തേനൊക്കെ അമരനൊക്കെ റിലീസായപ്പോ നെക്സ്റ്റ് വിജയ് എന്നൊക്കെ രീതിയിൽ കത്തിക്കേറി വന്നായിരുന്നു. പക്ഷെ അത് ആ ഒരു സ്ഥാനം, ആ തട്ട് എപ്പോഴും അദ്ദേഹത്തിന് മാത്രമുള്ളതാണ്. അത് ആർക്കും അവിടെ അതിന് മേലെ വരാൻ സാധിക്കില്ല എന്ന് വീണ്ടും വീണ്ടും കാണിച്ചു. ഇനി പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇനി സിനിമയില്ല. ഇനി ഇടക്കിന് ബർത്ത്ഡേ വരുമ്പോ റീ റിലീസിന്റെ ഇടയ്ക്ക് അതൊക്കെയുള്ള ഇനി എൻജോയ്മെന്റ്. അതേപോലെ ഒരു പടം കാണണമെങ്കിൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അദ്ദേഹം വേറെ ലെവലിലായിട്ട് പോയി. ഒരു സിനിമയുടെ കണ്ട വിജയനെക്കാട്ടി ഇരട്ടി പവർഫുൾ ആയിട്ടാണ് റിയൽ ലൈഫിലുള്ള വന്നിരിക്കുന്ന വിജയ്. നിസാരക്കാരനായിട്ടെല്ലാം വെച്ചാല് അല്ലെങ്കിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് നോർമലി പറഞ്ഞു കൊടുത്തൊരു ഡയലോഗും അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ പെർഫോമൻസ് ചെയ്യണം എന്നുള്ള ഡയറക്ടർ കാണിച്ചു കൊടുക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല റിയൽ ലൈഫ് വന്നിരിക്കുന്നത്. മോനെ നിസ്സാര പവറായിട്ടല്ല വന്നിരിക്കണം, കിട്ടില് ഒരു പവർഫുൾ ആളായിട്ടാണ് വന്നിരിക്കുന്നത് റിയൽ ലൈഫിൽ. എന്നാലും സിനിമ ഇനി ഇല്ലല്ല എന്ന് ഓർക്കുമ്പോ എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ വേറെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണല്ലോ സിനിമ ഉപേക്ഷിച്ച് പോയെന്നോർത്ത് ഒരു സന്തോഷമുണ്ട്. നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ പടം കണ്ടിട്ട് പറയാൻ പറ്റുന്നവരെ, എന്റെ അഭിപ്രായം ഇതാണ്. ഞാൻ അങ്ങനത്തെ ഒരു പുള്ളിയുടെ പക്ക ഫാൻ ബോയാണ് എനിക്ക് വർക്കായി. നിങ്ങൾക്ക് അങ്ങനെ അല്ലാത്തൊരാളാണോ, അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തൊരാൾക്കും വർക്കായിട്ടുണ്ടാവില്ലെങ്കിൽ വർക്കാവുന്ന ടൈപ്പ് മൂവിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അഭിപ്രായം പറയാം. ഓക്കെ.